അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. എന്റെ പ്രിയപ്പെട്ട മുത്തുമേ, ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നാം ഏറെ ആദരിക്കണം, ബഹുമാനിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ടല്ലോ, സൂറത്തുൽ അംബിയായിലെ 107-ാമത്തെ ആയത്തിൽ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകമാനം കാരുണ്യമല്ലാതെ അങ്ങയെ ഞാൻ അയച്ചിട്ടില്ല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ വെക്കണം? നമ്മുടെ ഉമ്മ ഉപ്പ അവരെക്കാട്ടിലും, സഹോദരി സഹോദരങ്ങളെക്കാട്ടിലും, ഭാര്യ ഭർത്താവിനേക്കാളും, നമ്മുടെ സുഹൃത്തുക്കളെക്കാളും, എല്ലാവരെക്കാളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെക്കണം. പിന്നെ അതുപോലെ നമ്മുടെ സ്വന്തം നഫ്സിനെ കാട്ടിലും, നമ്മുടെ ശരീരത്തിനെക്കാട്ടിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടണം, മഹബത്ത് വെക്കണം. എങ്ങനെ മഹബത്ത് വെക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. പിന്നെ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലൂദുകൾ ചൊല്ലണം. കാരുണ്യത്തിന്റെ കടലായ, പ്രകാശിക്കുന്ന പൂമുഖമായ, എല്ലാ സത്യവിശ്വാസികളുടെയും ഹൃദയത്തിന്റെ തുടിപ്പായ, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1501-ാമത്തെ ജന്മദിനത്തിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ എല്ലാവരും ഏറെ മഹബത്ത് വെക്കണം, ഇഷ്ക് വെക്കണം. അതുകൊണ്ടാണ് നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ കഴിയുള്ളൂ. എന്ത് പ്രയാസങ്ങൾ നേരിടുമ്പോഴും, ഏത് ബുദ്ധിമുട്ടിലാണെങ്കിൽ പോലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ഈ മാസത്തിൽ മാത്രമല്ല, എല്ലാ മാസത്തിലും നമ്മൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലണം. ഇപ്പോൾ നമ്മൾ മങ്കൂസ് മൗലിദ്, സർഫുല്ലന മൗലിദ്, യാക്രമ ബൈത്ത്, സലാം ബൈത്ത്, ഇതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ചൊല്ലിത്തുടങ്ങണം. പള്ളിയിലും അതുപോലെ നമ്മുടെ വീടുകളിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ അത് വെറും വാഹനത്തിൽ സ്റ്റിക്കർ വെക്കുന്നതല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കേൾക്കുമ്പോൾ നമ്മൾ സലാത്ത് ചൊല്ലണം. പിന്നെ അതുപോലെ മദഹുകൾ പാടി പുകഴ്ത്തണം. അതിലാണ് യഥാർത്ഥ ഒരു വിശ്വാസിയാവാൻ കഴിയുള്ളൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിനെല്ലാവർക്കും കാരുണ്യമാണ്. എല്ലാ സത്യവിശ്വാസികളുടെ മനസ്സിന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ മഹാനായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ നമ്മൾ ഏറെ സന്തോഷിക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സ്വല്ല അലയ്യ സ്വലാത്തിൽ വാഹിദത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്റെ മേലിൽ ആരെങ്കിലും ഒരു പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ മേൽ 10 സ്വലാത്തുകൾ ചൊല്ലുന്നു. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 10 പ്രാവശ്യം വായിച്ചു നോക്കൂ. അതുപോലെ 10 പ്രാവശ്യം അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ 100 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലും. പിന്നെ അതുപോലെ 100 പ്രാവശ്യമാണെങ്കിൽ 1000 പ്രാവശ്യമാവും. 1000 പ്രാവശ്യമാണെങ്കിൽ അത് 10000 പ്രാവശ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ടല്ലോ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു വഖൈറും മിമ്മാ യജ്മഊൻ. പറയുക, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ, അവന്റെ കാരുണ്യത്താൽ,
അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ. അവർ ശേഖരിച്ചു കൂട്ടുന്നതിനേക്കാൾ അതാണ് ഉത്തമം. ആ മഹാനായ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റഹ്മത്ത് വരുമ്പോൾ നമ്മൾ ആഘോഷിക്കണം. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. അത് അവിടുത്തെ മദ്ഹുകൾ പാടി പുകഴ്ത്തണം. മൗലൂദുകൾ പാരായണം ചെയ്യണം. പരിശുദ്ധ ഖുർആൻ ഓതണം. അങ്ങനെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുന്നത്. അങ്ങനെയാണ് വിമർശിക്കുന്നവർ പ്രകാശത്തിന്റെ മുന്നിൽ വന്ന് കണ്ണടച്ചിട്ട് ഇവിടമെല്ലാം ഇരുട്ടാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ. അവിടെ പ്രകാശിക്കുന്നുണ്ട്. ആ പ്രകാശത്തിന്റെ മുന്നിൽ നിന്ന് അവിടെ നിന്ന് അവർ കണ്ണടച്ച് കരയുകയാണ്, ഇവിടം ഇരുട്ടാണ് എന്ന് പറയുന്നത് പോലെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുന്നത്. മുസ്ലിം അല്ലാത്ത അമുസ്ലിമായ നോൺ മുസ്ലിമായ എത്ര പേര് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് പറയുന്നത്, മുഹമ്മദ് നബി മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോകർക്ക് എല്ലാവർക്കും കാരുണ്യമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. അതുപോലെ ശ്രീനാരായണ ഗുരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു. എത്ര നല്ല പുകഴ്ത്തിയിട്ട് മൂപ്പര് പറഞ്ഞു. അതുപോലെ മുസ്ലിം അല്ലാത്ത അമുസ്ലിമായ അമേരിക്കൻ ജ്യോതി സയന്റിസ്റ്റുമായ ലോക പ്രശസ്ത എഴുത്തുകാരനുമായ മൈക്കൽ എച്ചിയാർട്ട് അദ്ദേഹത്തിന്റെ ദ 100 എന്ന പുസ്തകത്തിൽ 100 വ്യക്തികളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ പ്രധാനമായി 10 വ്യക്തികളെ എടുത്തു പറയുന്നുണ്ട്. റാങ്ക് നമ്പർ 1 ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ് അദ്ദേഹം അതിൽ നൽകിയത്. 1ാം സ്ഥാനമായി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ് അതിൽ കൊണ്ടുവന്നത്. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോലെ ഒരു മനുഷ്യത്വമുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. കറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും വെളുത്ത സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയും ഒരുപോലെ മാറോടി ചേർത്ത് പിടിച്ച ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നത് നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയൽവാസി ഏത് മതത്തിൽ പെട്ടവനാണെങ്കിലും അവർക്ക് ഭക്ഷണം കൊടുക്കണം പറഞ്ഞു തന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജൂതന്റെ മയ്യത്ത് കണ്ട് എഴുന്നേറ്റ് നിന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, അങ്ങെന്തിനാണ് ഒരു ജൂതന്റെ മയ്യത്ത് കണ്ടിട്ട് എഴുന്നേറ്റ് നിന്നത് എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് മനുഷ്യന്റെ മയ്യത്താണ്. അത്രക്കും ലോകത്തിന് എല്ലാവർക്കും കാരുണ്യമാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ റബീഉൽ അവ്വൽ മാസം തന്നെ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. ഈ റബീഉൽ അവ്വൽ മാസത്തിന്റെ അത്ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അവനിഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാവരും ആ മഹാനായ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പൂമുഖം മനാമിൽ സ്വപ്നത്തിൽ കാണിച്ചു തരട്ടെ. മദീനത്തിൽ ചെന്ന് മസ്ജിദുൻ നബവി പോയി അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം തരും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും മരണം വരെയും നിലനിർത്തി തരട്ടെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ധാരാളം സ്വലാത്തുകളും മൗലൂദുകളും ചൊല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.